ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും വളരെ ഹാപ്പിയാണെന്ന് ഞാൻ വിചാരിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെർബുകളെ കുറിച്ചാണ് പഠിച്ചത്. വെർബ് ഫസ്റ്റ് ഫോം, വെർബ് സെക്കൻഡ് ഫോം, വെർബ് തേർഡ് ഫോം അല്ലേ? ഇന്ന് നമ്മൾ വെർബ് ഫസ്റ്റ് ഫോം ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെ നമുക്ക് ചെറിയ ചെറിയ സെൻറ്റൻസ് ഉണ്ടാക്കാൻ നോക്കാം. ആദ്യം നമ്മൾ ചെറിയ ചെറിയ സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ പഠിക്കുന്നു. അത് കഴിഞ്ഞിട്ട് വലിയ വലിയ സെൻറ്റൻസുകൾ, അതും കഴിഞ്ഞിട്ട് നമ്മൾ ഒരുപാട് സെൻറ്റൻസുകൾ ഒരുമിച്ച് കൂട്ടി യോജിപ്പിച്ച് നമ്മൾ സംസാരിക്കാൻ പഠിക്കും. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ ടേബിളിനെ ഒന്ന് പരിചയപ്പെടാം. നമ്മുടെ ഒന്നാമത്തെ ബോക്സിൽ വി ക്യാൻ സീ 2 വേർഡ്സ്. നമുക്ക് 2 വേർഡ്സ് കാണാൻ കഴിയും. ഒന്നാമതാണ് പ്ലീസ്, ദയവായി. രണ്ടാമതാണ് ഡോണ്ട്, ചെയ്യരുത്. എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയാൻ വേണ്ടിയിട്ട് അല്ലേ നമ്മൾ പറയാറില്ലേ, ചെയ്യരുത് ചെയ്യരുത് ചെയ്യരുത്. അവിടെ അല്ലെങ്കിൽ പുറത്ത് നോക്കരുത് എന്ന് പറയാം. ഡോണ്ട് ലുക്ക് ഔട്ട്സൈഡ്, ഇവിടെ വരരുത്, ഡോണ്ട് കം ഹിയർ. ഇതുപോലെ എന്തെങ്കിലും ഒരു കാര്യം ചെയ്യരുത് എന്ന് പറയുമ്പോൾ നമ്മൾ ഡോണ്ട് ആണ് ഉപയോഗിക്കുക. ഇനി നമുക്ക് നമ്മുടെ രണ്ടാമത്തെ ബോക്സ് ഒന്ന് പരിചയപ്പെടാം. ഇന്നലെ നമ്മൾ ഫസ്റ്റ് ഫോം, സെക്കൻഡ് ഫോം, തേർഡ് ഫോം പഠിച്ചു അല്ലേ, വെർബുകൾ. അതിലെ ഒന്നാമത്തെ വെർബ് ഫസ്റ്റ് ഫോം നോക്കാം. ഒന്നാമത്തെ വെർബാണ് കം. കം എന്ന് പറഞ്ഞാൽ വരിക. ഗോ എന്ന് പറഞ്ഞാലോ പോവുക. ബ്രിങ് എന്ന് പറഞ്ഞാൽ കൊണ്ടുവരിക. അതുപോലെ പുട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെക്കുക അല്ലെങ്കിൽ ഇടുക എന്നാണ്. വെക്കുക അല്ലെങ്കിൽ ഇടുക എന്നൊക്കെ പറയും. വെയിറ്റ് എന്ന് പറഞ്ഞാലോ കാത്തു നിൽക്കുക. ഇനി അടുത്ത വെർബാണ് എന്താണ്, ഗെറ്റ് ഓൺ അല്ലെങ്കിൽ ഗെറ്റ് ഇൻ. എന്താ പറഞ്ഞത്? ഗെറ്റ് ഓൺ, ഗെറ്റ് ഇൻ. നമുക്കറിയാം ഗെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുക എന്നാണ് അല്ലേ, കിട്ടുക. ഗെറ്റ് ഗോട്ട് അല്ലേ, ഗെറ്റ് എന്ന് പറഞ്ഞാൽ കിട്ടുക. പക്ഷെ ഗെറ്റ് എന്ന് പറയുന്ന വെർബിന്റെ കൂടെ പ്രിപ്പോസിഷൻ ഇൻ അല്ലെങ്കിൽ ഓൺ, ഇൻ വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഓൺ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ മീനിങ് മാറും, ഇത് അർത്ഥം മാറും. എന്താണ്? ഗെറ്റിന്റെ കൂടെ ഇന്നോ അല്ലെങ്കിൽ ഓണോ വന്നു കഴിഞ്ഞാൽ ഇതിന്റെ അർത്ഥമാണ് വാഹനത്തിൽ കയറുക. എന്താ പറഞ്ഞ്? വാഹനത്തിൽ കയറുക. ഓക്കെ, ഇനി എവിടെയാണ് ഗെറ്റ് ഓൺ ഉപയോഗിക്കേണ്ടത്, എവിടെയാണ് ഗെറ്റ് ഇൻ ഉപയോഗിക്കുന്നത് നോക്കാം. ഗെറ്റ് ഓൺ നമുക്ക് ഉപയോഗിക്കേണ്ടത് നമ്മൾ മുകളിൽ കയറിയിരിക്കുമ്പോൾ അല്ലേ. നമ്മൾ ഏതെങ്കിലും വാഹനം മുകളിൽ കയറിയിരുന്ന് യാത്ര ചെയ്യുമ്പോൾ, അങ്ങനെയുള്ള വാഹനങ്ങളില്ലേ, ബൈക്ക്, സ്കൂട്ടി, സൈക്കിൾ, ഓക്കെ, ഇതൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഇതിൻ്റെ കൂടെയൊക്കെ എന്ത് ഉപയോഗിക്കുക, നമ്മൾ ഗെറ്റ് ഓൺ ഉപയോഗിക്കുക. ഫോർ എക്സാമ്പിൾ, നിങ്ങളിങ്ങനെ എവിടേക്കെങ്കിലും മാർക്കറ്റിലേക്ക് പോകാനിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറയാണ് നിങ്ങളുടെ അനിയത്തിയോടോ അല്ലെങ്കിൽ അനിയോടോ പറയാണ്, യെസ് കയറൂ, പെട്ടെന്ന് കയറൂ എന്ന് പറയണം. അപ്പോൾ പറയാം ഗെറ്റ് ഓൺ ദ ബൈക്ക്, ബൈക്കിൽ കയറൂ. ഗെറ്റ് ഓൺ ദ ബൈക്ക്, ഗെറ്റ് ഓൺ ദ സൈക്കിൾ. ക്ലിയർ? അപ്പോഴൊക്കെ നമ്മൾ എന്താ പറയുക, നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക, ഗെറ്റ് ഓൺ. ഇനി ഗെറ്റ് ഓണിൻ്റെ രണ്ടാമത്തെ നിയമമാണ് നമുക്ക് നിൽക്കാനും നടക്കാനും ഇരിക്കാനും ഒക്കെ പറ്റുന്ന വാഹനം. എന്താ പറഞ്ഞ്? നടക്കാനും നിൽക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന വാഹനങ്ങൾ. ഫോർ എക്സാമ്പിൾ ബസ്, ട്രെയിൻ, എയറോപ്ലെയിൻ. ഇവരുടെ കൂടെയും ഇങ്ങനെയുള്ള വാഹനങ്ങളുടെ കൂടെയും നമുക്ക് ഗെറ്റ് ഇൻ അല്ല ഉപയോഗിക്കുക, ഗെറ്റ് ഓൺ ആണ് ഉപയോഗിക്കുക. അപ്പം ഞാൻ പറയാണ് ബസ്സിൽ കയറൂ എന്ന് പറയുമ്പോൾ ഗെറ്റ് ഓൺ ദ ബസ് ആണ് പറയേണ്ടത്. അപ്പോൾ ഞങ്ങൾ വിചാരിക്കും ഓൺ എന്ന് പറയുമ്പോൾ മുകളിലല്ലേ എന്ന് അല്ലേ, മുകളിൽ ആരും ഇരുന്ന് പോവോ? ഇവിടെ ഇങ്ങനെയാണ് നിൽക്കാനും നടക്കാനും ഇരിക്കാനൊക്കെ പറ്റുന്ന വാഹനത്തിലും നമ്മൾ ഓൺ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഗെറ്റ് ഓൺ ദ ബസ്, ബസ്സിൽ കയറൂ. ഗെറ്റ് ഓൺ ദ ട്രെയിൻ, ട്രെയിനിൽ കയറൂ. ഗെറ്റ് ഓൺ ദ എയറോപ്ലെയിൻ കയറൂ. ഓക്കെ, ഇനി ഗെറ്റ് ഇൻ എപ്പോഴാണ് നമ്മൾ ഇൻ ഉപയോഗിക്കുക? നമ്മൾ ഉള്ളിൽ ഇരുന്നു കൊണ്ട് യാത്ര ചെയ്യുക. കാറാണെങ്കിലും അല്ലെ, കാർ, ജീപ്പ് ഇതൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ഇൻ ആണ് ഉപയോഗിക്കുക. ഓക്കെ, ഞാൻ പറയാം ഗെറ്റ് ഇൻ ദ കാർ, ഗെറ്റ് ഇൻ ദ ജീപ്പ്. ഓക്കെ, ജീപ്പിൽ കയറൂ അല്ലെങ്കിൽ കാറിൽ കയറുന്ന അർത്ഥം. ഇനി ഇതിൻ്റെ ഓപ്പോസിറ്റ് ആണ് എന്ത്, ഗെറ്റ് ഓഫ് എന്ന് പറയുന്നത്. ഗെറ്റ് ഓഫ് ദ ബൈക്ക്, ബൈക്കിൽ നിന്ന് ഇറങ്ങൂ. ഗെറ്റ് ഓഫ് ദ സൈക്കിളിൽ നിന്ന് ഇറങ്ങൂ. ഗെറ്റ് ഓഫ് ദ ബസ്, ബസ്സിൽ നിന്ന് ഇറങ്ങൂ. ഗെറ്റ് ഓഫ് ദ ട്രെയിനിൽ നിന്ന് ഇറങ്ങൂ. ഓക്കെ, ഗെറ്റ് ഔട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്നുള്ള ഒരു ഇതാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ ഗെറ്റ് ഇന്നിൻ്റെ ഓപ്പോസിറ്റ് ആണ് ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ, ഗെറ്റ് ഔട്ട് ഓഫ് ദ ജീപ്പ്. ഓക്കെ, ക്ലിയർ? അതുപോലെ നമ്മൾ ഇങ്ങനെ പറയാറുണ്ട്, ഒരാൾക്ക് നമ്മൾ ദേഷ്യത്തോട് പറയില്ലേ, പുറത്ത് പോ, ഉള്ളിൽ നിന്ന് പുറത്ത് പോ. അപ്പോൾ നമ്മൾ എന്താ പറയുക, ഔട്ട് ഓഫ് ആണ് ഉപയോഗിക്കുക. അത് ഔട്ട് ഓഫ്, ഗെറ്റ്സ് ഔട്ട് ഓഫ് ദ ഹൗസ് എന്ന് പറയും. ഇനി അടുത്താണ് സ്വിച്ച് ഓൺ.
അതുപോലെ സ്വിച്ച് ഓഫ്. സ്വിച്ച് ഓൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺ ആക്കൂ എന്നർത്ഥം. സ്വിച്ച് ഓൺ ദ ഫാൻ, ഫാൻ ഓൺ ആക്കൂ. സ്വിച്ച് ഓഫ് ദ ഫാൻ, ഫാൻ ഓഫ് ചെയ്യൂ എന്നൊക്കെ. ഇനി അടുത്താണ് ടേൺ അപ്പ് ആൻഡ് ടേൺ ഡൗൺ. ടേൺ അപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറയണം ഫാനിൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടൂ, ഫാനിൻ്റെ സ്പീഡ് കൂട്ടൂ, അല്ലെങ്കിൽ ഫാനിൻ്റെ സ്പീഡ് കുറക്കൂ എന്ന് പറയുമ്പോൾ ഇത് കൂട്ടുക. ടേൺ അപ്പ് കൂട്ടുക, ടേൺ ഡൗൺ കുറക്കുക എന്നായി. അടുത്താണ് മേക്ക് ഉണ്ടാക്കുക, ഈറ്റ് കഴിക്കുക, ഡ്രിങ്ക് കുടിക്കുക, സിറ്റ് ഇരിക്കുക, സ്റ്റാൻഡ് നിൽക്കുക, ടേക്ക് എടുക്കുക, പ്ലേ കളിക്കുക, ടോക്ക് ടു ടോക്ക് സംസാരിക്കുക. ടോക്കിൻ്റെ കൂടെ ടു വരാറുണ്ട്, അതുപോലെ ടോക്കിൻ്റെ കൂടെ വിത്തും വരാറുണ്ട്. ഓക്കെ, ടോക്ക് സംസാരിക്കുക എന്നാണ്. ക്ലിയർ? ഓക്കെ. ഇനി ടോക്ക് സംസാരിക്കുക നമ്മൾ സ്പീക്ക് എന്ന് പറയാറുണ്ട് അല്ലേ? സ്പീക്ക്, സ്പീക്ക് എന്ന് പറയുന്നതാണ് സംസാരിക്കുകയാണ്. സ്പീക്കിൻ്റെ കൂടെയും നമുക്ക് ടു ഉപയോഗിക്കാം, അതുപോലെ വിത്ത് ഉപയോഗിക്കാവുന്നതാണ്. രണ്ടും നമുക്ക് ഉപയോഗിക്കാം. ഓക്കെ. ഇനി എന്താ ഡിഫറൻസ് ആണ്, എന്താ വ്യത്യാസം? ടോക്ക് നമ്മൾ സാധാരണ ഡെയിലി കോൺവെർസേഷനിൽ സ്പോക്കൺ ഇംഗ്ലീഷ് യൂസ് ചെയ്യുന്ന ഒരു വേർഡാണ്. സംസാരിക്കുക എന്നതിന് സാധാരണ നമ്മൾ ടോക്കാണ് ഉപയോഗിക്കാം. ഓക്കെ. സ്പീക്ക് നമ്മൾ ഉപയോഗിക്കാറുണ്ട്, തീർച്ചയായും ഉപയോഗിക്കാറുണ്ട്. ഇത് ഫോർമൽ വേർഡാണ്, ഫോർമൽ. ഓക്കെ, എന്താണ് ഫോർമൽ? ഒന്നുകൂടി റെസ്പെക്റ്റഡ് വേർഡാണ്. ഓക്കെ, റെസ്പെക്റ്റോട് കൂടി സംസാരിക്കുമ്പോൾ, അങ്ങനെയുള്ള അല്ലെങ്കിൽ സീരിയസ് ആയിട്ടുള്ള എന്തെങ്കിലും മാറ്റർ സംസാരിക്കുമ്പോഴാണ് നമ്മൾ സ്പീക്ക് എന്ന് പറയുക. ഓക്കെ, ബിസിനസ് പരമായ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മീറ്റിങ്ങോ അല്ലെങ്കിൽ എവിടെയാണോ നമുക്ക് റെസ്പെക്റ്റ് കൊടുത്ത് സംസാരിക്കേണ്ടത് അവിടെയൊക്കെ നമ്മൾ സ്പീക്ക് എന്നാണ് പറയുക. സാധാരണ നോർമലായിട്ട് നമ്മൾ സ്പോക്കൺ ഇംഗ്ലീഷിൽ ടോക്ക് എന്നാണ് പറയുക, സംസാരിക്കുക എന്ന് പറയുന്നത്. ക്ലിയർ? ഓക്കെ. ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ബോക്സ് പരിചയപ്പെടാം. ഹിയർ എന്ന് പറഞ്ഞാലും ഓവർ ഹിയർ എന്ന് പറഞ്ഞാലും ഇവിടെ എന്നർത്ഥം, രണ്ടും പറയാവുന്നതാണ്. ഹിയർ ഇവിടെ, ഇവിടെ എന്നുള്ളതൊന്ന് ഊന്നി പറയുമ്പോഴാണ് നമ്മൾ ഓവർ ഹിയർ എന്ന് പറയാം. ഓവർ ഹിയർ, കം ഓവർ ഹിയർ, കം ഓവർ ഹിയർ. അതുപോലെ ദയർ, ഓവർ ദയർ, രണ്ടും പറയാവുന്നതാണ്. ദയർ അവിടെ, ഓവർ ദയർ അവിടെ തന്നെയാണ്, ഒന്ന് ഊന്നി പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നു. എ ഗ്ലാസ് ഓഫ് വാട്ടർ, ഒരു ഗ്ലാസ് വെള്ളം. അതുപോലെ എ കപ്പ് ഓഫ് ടീ അല്ലെങ്കിൽ എ കപ്പ് ഓഫ് കോഫി, ഒരു കപ്പ് ചായ അല്ലെങ്കിൽ ഒരു കപ്പ് കോഫി. അതുപോലെ ഫോർ എ വൈൽ, ഫോർ എ വൈൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് സമയം എന്നാണ്, കുറച്ച് സമയം. ദ ബൈക്ക്, ദ ബസ്, ദ ഫാൻ, ദ ലൈറ്റ്. അതുപോലെ നോയ്സ്, ശബ്ദം. ദാറ്റ്, ദാറ്റ് എന്ന് പറഞ്ഞാൽ അത് എന്നർത്ഥം, ദാറ്റ് അത്. അതുപോലെ ഓൺ ദാറ്റ് ചെയർ, ആ ചെയറിൽ, എന്താണ് ആ കസേരയിൽ. ഓക്കെ, ദാറ്റിൻ്റെ കൂടെ നൗൺ വന്നു കഴിഞ്ഞാൽ ആ എന്നർത്ഥം, ആ കസേരയിൽ. ഓക്കെ, നമുക്ക് ഇൻ ദാറ്റ് ചെയർ എന്ന് പറയാവുന്നതാണ്, ഓൺ ദാറ്റ് ചെയർ. അതുപോലെ ഓണിൻ്റെ പകരം നമുക്ക് ഇന്നും ഉപയോഗിക്കാൻ കഴിയും. ഇങ്ങനെ ഇപ്പോൾ കൈയുള്ള ചെയറില്ലേ, കൈയുള്ള കസേരയാണെങ്കിൽ നമ്മൾ ഉള്ളിലായിരിക്കും ഇരിക്കുക. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഇന്നാണ് ഉപയോഗിക്കുക, സിറ്റ് ഇൻ ദാറ്റ് ചെയർ എന്ന് പറയുന്നത്. അതുപോലെ ഇൻ ദ റെയിൻ എന്ന് പറഞ്ഞാൽ മഴയത്ത്. ഇൻ ദ സൺലൈറ്റ്, വെയിലത്ത്, വെയിലത്ത് കളിക്കരുത്. അതുപോലെ ഇൻ ദ ഷെയ്ഡ്, ഇൻ ദ ഷെയ്ഡ് എന്ന് പറഞ്ഞാൽ തണലിൽ. അതുപോലെ മീ, എന്നെ, ഹിം, ഹെർ, ഇതൊക്കെ നമുക്ക് അറിയാവുന്നതാണ്. ഇനി നമുക്ക് സെന്റൻസ് ഉണ്ടാക്കാൻ പഠിക്കാം. കം, ഇവിടെ ഉപയോഗിക്കാവുന്നതാണ് പ്ലീസ്. പ്ലീസ് കം ഹിയർ, പ്ലീസ് കം ഹിയർ, അല്ലെങ്കിൽ പ്ലീസ് കം ഓവർ ഹിയർ. ദയവായി ഇവിടെ ഒന്ന് വരൂ, ദയവായി ഇവിടെ നിന്ന് വരൂ. ഇനി നമ്മൾ പറയണം ഇവിടെ വരരുത് എന്ന് പറയണം. എന്ന് പറയാം ഇവിടെ വരരുത് എന്ന് പറയുമ്പോൾ അപ്പോഴാണ് നമ്മൾ ഡോണ്ട് ഉപയോഗിക്കുക. ഡോണ്ട് കം ഓവർ ഹിയർ അല്ലെങ്കിൽ ഡോണ്ട് കം ഹിയർ, ഇവിടെ വരരുത് എന്നായി. ഇനി അടുത്താണ് അവിടെ പോകൂ എന്ന് പറയണം. നമ്മൾ പറയാം പ്ലീസ് ഗോ ദയർ അല്ലെങ്കിൽ പ്ലീസ് ഗോ ഓവർ ദയർ. അവിടെ ദയവായി അവിടെ പോകും എന്ന് പറയണം. ഇനി അവിടെ പോകരുത് എന്ന് പറയുമ്പോഴോ അപ്പോൾ പ്ലീസിന് പകരം എന്ത് ഉപയോഗിക്കുക? ഡോണ്ട് ഉപയോഗിക്കുക. ഡോണ്ട് ഗോ ഓവർ ദയർ, ഡോണ്ട് ഗോ ഓവർ ദയർ, അവിടെ പോകരുത് എന്നായി. ക്ലിയർ? ഇനി ഞാൻ പറയാണ് ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ, ദയവായി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ എന്ന് പറയാം. പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, പ്ലീസ് ബ്രിങ് എ ഗ്ലാസ് ഓഫ് വാട്ടർ, ദയവായി ഒരു ഗ്ലാസ് വെള്ളം കൊണ്ടുവരൂ. അല്ലെങ്കിൽ ഒരു കപ്പ് ചായ കൊണ്ടുവരൂ എന്ന് പറയുമ്പോൾ പ്ലീസ് ബ്രിങ് എ കപ്പ് ഓഫ് ടീ, പ്ലീസ് ബ്രിങ് എ കപ്പ് ഓഫ് കോഫി. അടുത്താണ് പുട്ട്. നമുക്ക് പറയാം എന്തെങ്കിലും ഒരു സാധനം, നിങ്ങളുടെ എന്തെങ്കിലും ഒരു സാധനം നിങ്ങളുടെ കുട്ടികളോ അല്ലെങ്കിൽ അനിയത്തിയോ അല്ലെങ്കിൽ അനിയനോ എടുത്തു വിചാരിക്കാം. അപ്പോൾ നമ്മൾ പറയാണ് എന്ത്, അത് അവിടെ വെക്ക്, അത് അവിടെ വെക്കുന്നു പറയണം, അത് അവിടെ വെക്കുന്നു വേണം. അപ്പോൾ പറയാം യെസ് പുട്ട് അവിടെ, അതെന്താ പറയുക ദാറ്റ് അല്ലേ, പുട്ട് ദാറ്റ് ഓവർ ദയർ. എന്താ പറയുക? പുട്ട് ദാറ്റ് ഓവർ ദയർ എന്ന് പറഞ്ഞാൽ മതി. പുട്ട് ദാറ്റ് ഓവർ ദ, ആദ്യം സ്ലോ പറയാം, പുട്ട് ദാറ്റ് ഓവർ ദയർ,
അത് അവിടെ വെക്കൂ. ഇനി ഒന്ന് സ്പീഡ് പറഞ്ഞു നോക്കൂ. പുട്ട് ദാറ്റ് ഓവർ ദെയർ. പുട്ട് ദാറ്റ് ഓവർ ദെയർ. അങ്ങനെ പറയുമ്പോൾ ഒന്നും കൂടി നാച്ചുറൽ ആ ഒരു ഫ്ലോ വരും. പുട്ട് ദാറ്റ് ഓവർ ദെയർ. അതവിടെ വെക്കൂ. അതവിടെ വെക്കൂ. ഇതിങ്ങനെ ഒരു മനഃപൂർവ്വം നമ്മൾ പറയാൻ വേണ്ടി ശ്രമിക്കണം. വീട്ടിലൊക്കെ മനഃപൂർവ്വം പറയാൻ വേണ്ടി ശ്രമിക്കണം. ഒരു 2-3 തവണ പറഞ്ഞു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി എന്താവും, ക്ലിയർ ആവും. ഓക്കെ, മൈൻഡിൽ കയറും. ഇനി അടുത്താണ് വെയിറ്റ്. പ്ലീസ് വെയിറ്റ്. ദയവായി കാത്തു നിൽക്കൂ. പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ. എന്താ പറയുക, കുറച്ചു നേരം ദയവായി കാത്തിരിക്കൂ എന്ന് പറയുമ്പോൾ പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ. പ്ലീസ് വെയിറ്റ് ഫോർ എ വൈൽ. പ്ലീസ് സിറ്റ് ഫോർ എ വൈൽ. കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ. പ്ലീസ് സിറ്റ് ഫോർ എ വൈൽ. അല്ലെങ്കിൽ പ്ലീസ് സിറ്റ് ഓവർ ഹിയർ ഫോർ എ വൈൽ. അങ്ങനെ പറയാം. നമുക്ക് ഇതിലുള്ള 2-3 ഒരുമിച്ച് പറയാം അല്ലേ. ഇപ്പം ഞാൻ പറയാണ് ദയവായി കുറച്ചു നേരം ഇവിടെ ഇരിക്കൂ എന്ന് പറയാം. അത് പറയാം പ്ലീസ് സിറ്റ് ഓവർ ഹിയർ ഫോർ എ വൈൽ. പ്ലീസ് സിറ്റ് ഓവർ ഹിയർ ഫോർ എ വൈൽ അല്ലേ. ഓക്കെ, ഇനി നിങ്ങളും ഇതുപോലെ മനഃപൂർവ്വം ഒരു വലിയ വലിയ സെൻറ്റൻസ് ഉണ്ടാക്കാൻ ശ്രമിക്കണം. ഓക്കെ, തീർച്ചയായിട്ടും കഴിയും. ഇനി ഇത് വളരെ പ്രധാനപ്പെട്ടാണ്. ഇത് നിങ്ങൾ ഉപയോഗിച്ചേ പറ്റൂ. കാരണം ഉപയോഗിച്ചില്ലെങ്കിൽ മറന്നുപോകും. എന്താണ് കയറുക? വാഹനത്തിൽ കയറുക എന്ന് പറയുമ്പോൾ നമ്മൾ ഗെറ്റ് ഓൺ ഉപയോഗിക്കാറുണ്ട്, ഗെറ്റ് ഇൻ ഉപയോഗിക്കാറുണ്ട്. ഓക്കെ, ഗെറ്റ് ഓൺ. അപ്പോൾ ഞാൻ പറയാണ് പ്ലീസ് ഗെറ്റ് ഓൺ ദ ബൈക്ക്. പ്ലീസ് ഗെറ്റ് ഓൺ ദ ബൈക്ക്. പ്ലീസ് ഗെറ്റ് ഓൺ ദ സൈക്കിൾ. പ്ലീസ് ഗെറ്റ് ഓൺ ദ ബസ്. പ്ലീസ് ഗെറ്റ് ഓൺ ദ ട്രെയിൻ. ഓക്കെ, ഇനി ഇന്നാണെങ്കിലോ പ്ലീസ് ഗെറ്റ് ഇൻ ദ കാർ. പ്ലീസ് ഗെറ്റ് ഇൻ ദ കാർ. ഇനി കയറരുതെന്ന് പറയുമ്പോഴോ, കയറരുതെന്ന് പറയുമ്പോൾ പ്ലീസിന് പകരം ഡോണ്ട് ഉപയോഗിക്കാം. ഡോണ്ട്. ഓക്കെ, ഇത് പ്ലീസും ഇതിനെ കൂടെ ഉപയോഗിക്കാൻ കഴിയും. എങ്ങനെ? പ്ലീസ് ഡോണ്ട് അങ്ങനെ പറയാമോ എന്നാണ്. പ്ലീസും ഡോണ്ട് ഒരുമിച്ച് പറയാം. പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഓൺ ദ ബൈക്ക്. ഓക്കെ, പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഓൺ ദ ബൈക്ക്. പ്ലീസ് ഡോണ്ട് ഗെറ്റ് ഇൻ ദ കാർ. അങ്ങനെയും പറയാവുന്നതാണ്. ക്ലിയർ? ഇനി അടുത്താണ് ഇറങ്ങും എന്ന് പറയുമ്പോഴോ ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ്. ഗെറ്റ് ഓഫ് ദ ബൈക്ക്. ബൈക്കിൽ നിന്ന് ഇറങ്ങൂ. ഗെറ്റ് ഓഫ് ദ സൈക്കിൾ. സൈക്കിളിൽ നിന്ന് ഇറങ്ങൂ. ഗെറ്റ് ഓഫ് ദ ബസ്. ഗെറ്റ് ഓഫ് ദ ബസ്. ബസ്സിൽ നിന്ന് ഇറങ്ങൂ. ഇതാണെങ്കിലോ ഗെറ്റ് ഔട്ട് ഓഫ് ദ കാർ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ. ഗെറ്റ് ഔട്ട് ഓഫ് മൈ കാർ. എൻ്റെ കാറിൽ നിന്ന് ഇറങ്ങുന്നായി. ഇനി അടുത്താണ് സ്വിച്ച് ഓൺ. എക്സ്ക്യൂസ് മീ, സ്വിച്ച് ഓൺ ദ ലൈറ്റ്. സ്വിച്ച് ഓൺ ദ ലൈറ്റ്. ലൈറ്റ് ഒന്ന് ഓണാക്കൂ. സ്വിച്ച് ഓൺ ദ ഫാൻ. ഫാൻ ഒന്ന് ഓണാക്കൂ. സ്വിച്ച് ഓഫ് ദ ലൈറ്റ്. ലൈറ്റ് ഓഫ് ആക്കൂ. ക്ലിയർ? അതുപോലെ നമുക്ക് ഫാൻ ഒന്ന് കൂട്ടണം വിചാരിക്കാം. ഫാൻ്റെ സ്പീഡ് ഒന്ന് കൂട്ടണം. അപ്പം എന്താ പറയുക? അപ്പം നമ്മൾ ടേൺ അപ്പ് എന്ന് പറയാം. ടേൺ അപ്പ് ദ ഫാൻ. ടേൺ അപ്പ് ദ ഫാൻ. അതുപോലെ ടേൺ ഡൗൺ ദ ഫാൻ. ടേൺ അപ്പ് ദ AC എന്നൊക്കെ പറയാം. ക്ലിയർ? ഇനി നമ്മൾ പറയാണ് ശബ്ദമുണ്ടാക്കരുത് പറയണം. ശബ്ദമുണ്ടാക്കരുത്. അപ്പോൾ ഉണ്ടാക്കരുത്, ചെയ്യരുത് പറയുമ്പോൾ ഡോണ്ട് ഉപയോഗിക്കാം. ഡോണ്ട് മേക്ക് നോയ്സ് എന്ന് പറയാം. ഡോണ്ട് മേക്ക് നോയ്സ്. ശബ്ദമുണ്ടാക്കരുത്. ക്ലിയർ? ഇതുപോലെ നമുക്ക് എത്രയും സെൻറ്റൻസ് ഉണ്ടാക്കാൻ കഴിയും. ഇനി ഞാൻ പറയാണ് മഴയത്ത് കളിക്കരുത്. മഴയത്ത് കളിക്കരുത് എന്ന് പറയുമ്പോൾ ഡോണ്ട് പ്ലേ. കളിക്കരുത് എവിടെ? ഡോണ്ട് പ്ലേ ഇൻ ദ റെയിൻ. ഡോണ്ട് പ്ലേ ഇൻ ദ റെയിൻ. ക്ലിയർ? അതുപോലെ വെയിലത്ത് കളിക്കരുത് എന്ന് പറയുമ്പോൾ ഡോണ്ട് പ്ലേ ഇൻ ദ സൺലൈറ്റ്. ഞാൻ പറയാണ് വെയിലത്ത് നടക്കരുത്. ഡോണ്ട് വാക്ക് ഇൻ ദ സൺലൈറ്റ്. ഡോണ്ട് വാക്ക് ഇൻ ദ സൺലൈറ്റ്. അടുത്താണ് എന്ത്? തണലിൽ അല്ലേ? തണലിൽ ഇരിക്കുന്നു പറയണം. തണലിൽ ഇരിക്കുന്നു പറയുമ്പോൾ യെസ്, പ്ലീസ് സിറ്റ് ഇൻ ദ ഷെയ്ഡ്. തണലിൽ ഇരിക്കൂ. ഓക്കെ, തണലിൽ ഇരിക്കൂ. ഇങ്ങനെ നിങ്ങൾക്ക് ഒരുപാട് സെൻറ്റൻസുകൾ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ നിങ്ങളൊരു 5-6 സെൻറ്റൻസ് ഉണ്ടാക്കിയിട്ട് എന്ത് ചെയ്യുക? അത് പറയാൻ വേണ്ടി ശ്രമിക്കണം. സെൻറ്റൻസുകൾ എഴുതിയാൽ മാത്രം പോരാ, അത് പറയുകയും വേണം. ഓക്കെ, താങ്ക് യു എവ്രിവൺ.